ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം ഒന്ന് പറയണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ. ബെല്ലൈക്കൻ അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് മസാലയൊക്കെ പുരട്ടി വയ്ക്കാം. ആദ്യം നമുക്കൊരു 2 സ്പൂണ് മുളക് പൊടി, നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടാം. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നമുക്കിതൊന്ന് ഇളക്കാം. മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂട്ടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലടുപ്പിക്കാം. കുക്കറിലേക്ക് നമുക്കിതിടാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, ചിക്കനല്ല, വെള്ളമുണ്ട്. ഒരുപാടൊന്നും അടുപ്പിക്കരുത്. ഒരു വിസിലാണ് അടിക്കാവുള്ളൂ. അപ്പോൾ ഇതൊരു വിസിലടിക്കട്ടെ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ വിസിലടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ എയറും കളയണം. എയർ വെച്ചുകൊണ്ട് ഇരിക്കരുത്, ഒത്തിരി വെന്ത് പോകും. ഇതൊരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ഒന്ന് കളയാം. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വറുക്കാം.
വഴറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ സവാളയൊക്കെ വഴറ്റാൻ പോണേ. അതിനാദ്യം 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി ഒന്നിച്ചിട്ട് ചതച്ചതാണിത്. ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഇനി ഇതിലേക്ക് സവാള ഇടുവാണ്. ഇത് ചെറുതര സവാളയായിരുന്നു, അതുകൊണ്ട് 4 എണ്ണം അരിഞ്ഞതാണ്. ഇത് നന്നായിട്ട് വാടട്ടെ. നമ്മുടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചേക്കണം ഇടാം. 2 തക്കാളിയാണ്. നമ്മുടെ സവാളയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മസാലക്കൂട്ട് ചേർക്കാം. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചിക്കൻ വറുത്തപ്പോൾ അതിനകത്ത് എല്ലാം ചേർത്തേക്കണതാണ്. 1.5 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. അതൊരു സ്പൂൺ ഇടാം. ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അന്നേരം ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അന്നേരം ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് തൈര് ഒഴിക്കാം. കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു വെള്ളമുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചിക്കനിൽ വെള്ളം വയ്ക്കേണ്ട, അതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വെള്ളം കുറച്ചുണ്ടായിരുന്നു നമ്മൾ കുക്കറിൽ തന്നെ. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ഇടാം. ശരിക്കും തിളക്കട്ടെ. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇളക്കി കൊടുക്കാം.
ഗ്രേവി ഇതിനകത്ത് കിടന്നൊന്ന് പറ്റട്ടെ. നമ്മുടെ അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കിട്ടുകയുള്ളൂ. അപ്പോൾ ബൈ, താങ്ക് യു.